ഇതുവരെ യൂണിവേഴ്സൽ സെറ്റിങ്ങിനെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചത്. എന്നാൽ സെറ്റിങ്സ് മാത്രം മതിയാവില്ല നല്ലൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നല്ലൊരു സ്റ്റോറി ചെയ്യാൻ. അതിന് വേറെയും ചില കാര്യങ്ങളുണ്ട്. ഒരു സീന് ചുമ്മാ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. പക്ഷെ അതിലെ ഓരോ ഫ്രെയിമും കാഴ്ചക്കാരന് ഭംഗി തോന്നുന്ന രീതിയിൽ, ഓരോ ഫ്രെയിമിലെ സ്റ്റോറിയും പെട്ടെന്ന് കൺവേ ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക എന്നത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു വീഡിയോ എടുക്കുമ്പോൾ കാഴ്ചക്കാരിലേക്ക് എൻഗേജ് ചെയ്യിക്കണമെങ്കിൽ ഒരു സീനിൻ്റെ ഫ്രെയിമിങ്ങും കോമ്പോസിഷനും ഷോട്ടുകളും ആംഗിളുകളും ഒത്തുചേരുമ്പോഴാണ് നല്ലൊരു വീഡിയോ അല്ലെങ്കിൽ നല്ലൊരു സിനിമാറ്റിക് ലുക്കുള്ള വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കോമ്പോസിഷൻ, ഷോട്ട്സ്, ക്യാമറ ആംഗിൾസ് എന്നിവയെക്കുറിച്ച് പഠിക്കാം. കോമ്പോസിഷൻ നമ്മുടെ ഫ്രെയിമിനകത്ത് കാഴ്ചക്കാരന് ഭംഗി തോന്നുന്ന രീതിയിൽ സബ്ജക്റ്റിനെയും മറ്റ് എലമെൻസിനെയും അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് കോമ്പോസിഷൻ. സാധാരണ ഉപയോഗിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള 3 കോമ്പോസിഷൻ റൂളുകൾ പറയാം. റൂൾ എന്ന് പറയുമ്പോൾ നിർബന്ധമായും ഇങ്ങനെ എടുക്കാൻ പാടുള്ളൂ എന്നല്ല, ഒരു ബേസിക് ഐഡിയ മാത്രമാണ്. റൂള് ബ്രേക്ക് ചെയ്തും നമുക്ക് ഷൂട്ട് ചെയ്യാം. 1 റൂൾ ഓഫ് തേർഡ്, 2 ലീഡിംഗ് ലൈൻ, 3 സിമ്മട്രി. റൂൾ നമ്പർ 1 റൂൾ ഓഫ് തേർഡ്. ഫോർ എക്സാമ്പിൾ, സ്മാർട്ട് ഫോൺ ക്യാമറ ആപ്പുകളിൽ ഗ്രിഡ് സെറ്റ് ചെയ്യാൻ കഴിയും. ഗ്രിഡ് ലൈൻ വെച്ചിട്ടാണ് റൂൾ ഓഫ് തേർഡ് വർക്ക് ചെയ്യുന്നത്. അതായത് ഫ്രെയിമിനെ 2 ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻ ഉപയോഗിച്ച് 9 ഈക്വൽ ഭാഗങ്ങളാക്കും. ഈ 2 ഹൊറിസോണ്ടൽ ലൈൻസും വെർട്ടിക്കൽ ലൈൻസും കൂട്ടിമുട്ടുമ്പോൾ 4 പോയിന്റ്സ് കിട്ടും. നമ്മളൊരു സബ്ജക്റ്റിനെയോ അതുമല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എലമെന്റിനെയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ 4 പോയിന്റ്സിൽ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഈ ഫ്രെയിം ബാലൻസ്ഡ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആവും. സപ്പോസ് ഒരു ഇന്റർവ്യൂ ആണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ റൂൾ ഓഫ് തേർഡ് പ്രകാരം സബ്ജക്റ്റിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ലുക്ക് പോകുന്നതെങ്കിൽ ഇതുപോലെ ലെഫ്റ്റ് വെർട്ടിക്കൽ ലൈനിൽ ഫ്രെയിം ചെയ്യാൻ നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ സബ്ജക്റ്റിന്റെ ബാക്ക് സൈഡ് കുറച്ച് ഏരിയയും സബ്ജക്റ്റിന്റെ മുന്നിൽ ഒരുപാട് ബ്രീത്തിങ് സ്പേസും ലഭിക്കും. അത് കാഴ്ചക്കാരന് സബ്ജക്റ്റിനെ കൂടുതൽ അട്രാക്ട് ചെയ്യിപ്പിക്കും. ഫ്രെയിം ബാലൻസ്ഡ് ആയി ഫീൽ നൽകുകയും ചെയ്യും. അതുപോലെ നിങ്ങളൊരു ലാൻഡ്സ്കേപ്പ് ആണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ലാൻഡ്സ്കേപ്പ് ആൻഡ് സ്കൈ കൂട്ടിമുട്ടുന്ന ഭാഗം ഒരിക്കലും ഫ്രെയിമിന്റെ സെന്റർ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനേക്കാളും ഭംഗി സ്കൈയിലെ എലമെന്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എങ്കിൽ സ്കൈ ആൻഡ് ലാൻഡ് കൂട്ടിമുട്ടുന്ന ഭാഗം താഴെ ഉള്ള ഹൊറിസോണ്ടൽ ലൈനിൽ അലൈൻ ചെയ്യാൻ ശ്രമിക്കുക. അതല്ല, ഗ്രൗണ്ടിലുള്ള സബ്ജക്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എങ്കിൽ ഗ്രൗണ്ടും സ്കൈയും കൂട്ടിമുട്ടുന്ന ഭാഗം മുകളിലെ ഹൊറിസോണ്ടൽ ലൈനായി അലൈൻ ചെയ്യാൻ ശ്രമിക്കുക. ഇത് സീൻ ഡ്രാമാറ്റിക് ആക്കി മാറ്റും. നെക്സ്റ്റ്, ലീഡിംഗ് ലൈൻ. ഒരു സബ്ജക്റ്റിൽ നാച്ചുറലായിട്ട് നമുക്ക് ചുറ്റുമുള്ള ലൈൻസ് ഉപയോഗിച്ച് നമ്മുടെ സബ്ജക്റ്റിലേക്കോ ഫോക്കസ് പോയിന്റിലേക്കോ കാഴ്ചക്കാരുടെ ശ്രദ്ധ എത്തിക്കുക എന്നതാണ് ലീഡിംഗ് ലൈൻ ഉപയോഗിച്ചുകൊണ്ടുള്ള കോമ്പോസിഷൻ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഈ ലൈറ്റ് ഹൗസ് നോക്കാം. ഈ റോഡ് ലീഡിംഗ് ലൈനായി എടുത്ത് സബ്ജക്റ്റായ ലൈറ്റ് ഹൗസിലേക്കാണ് വ്യൂ പോകുന്നത്. ലീഡിംഗ് ലൈൻസ് എപ്പോഴും സ്ട്രൈറ്റ് ലൈൻസ് ആവണമെന്നില്ല, കർവ് ലൈൻസ് ആയിട്ടും ഉപയോഗിക്കാം. സിമ്മട്രി. ബേസിക്കലി സിമ്മട്രി എന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ ഫ്രെയിമിൻ്റെ ഇരുവശവും കാണാൻ സിമിലർ ആയിരിക്കും. ഒരു സീൻ സിമ്മട്രിക്കലി ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റിനെ ഫ്രെയിമിൻ്റെ സെൻട്രൽ പ്ലേസ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ സബ്ജക്റ്റിൽ നിന്നും 2 സൈഡിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ വീഡിയോയിൽ സബ്ജക്റ്റിലേക്ക് എപ്പോഴും ഓഡിയൻസിന്റെ ശ്രദ്ധ എത്തും, ന്യൂസിലൊക്കെ കാണുന്ന പോലെ.